ഏജനെറ്റിന്റെ എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു പുതുവർഷം ആശംസിച്ചുകൊണ്ട് ഇന്ന് നമ്മൾ തുടങ്ങുന്നത് വൈത്തൂർ കാലിയാരുടെ മണ്ണിൽ നിന്നുമാണ്. നമ്മുടെ വൈത്തൂർ കാലിയാർ ശിവക്ഷേത്രത്തിലെ ഊട്ടുമഹോത്സവം ജനുവരി 13 ആരംഭിക്കുകയാണ്. ആചാരങ്ങളും ഐതിഹ്യങ്ങളും ഉറങ്ങുന്ന വൈത്തൂർ കാലിയാർ ശിവക്ഷേത്രത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും പ്രത്യേകതകളെക്കുറിച്ചും നമുക്കൊന്ന് കൂടുതൽ അറിഞ്ഞുവരാം. അപ്പോൾ നമ്മുടെ വൈത്തൂർ കാലിയാർ ശിവക്ഷേത്രത്തിലെ ക്ഷേത്രം ട്രസ്റ്റി ബോർഡ് അംഗവും രക്ഷാധികാരിയുമായ ദിവാകരേട്ടനാണ്. ദിവാകരേട്ട, ആദ്യം തന്നെ പുതുവർഷ ആശംസകൾ നേരുകയാണ്. എങ്ങനെയാണ് നമ്മുടെ വൈത്തൂർ ഊട്ടുത്സവത്തിൻ്റെ ഒരുക്കങ്ങളൊക്കെ? വൈത്തൂർ ഊട്ടുത്സവം എന്ന് പറയുന്നത് ഈ ക്ഷേത്രത്തിനൊരു പ്രത്യേകതയുണ്ട്. അതായത് അർജുനൻ പണ്ട് പാശുപതാസ്ത്രത്തിന് വേണ്ടി തപസ്സിരുന്ന സ്ഥലമാണ് ഇവിടെ എന്നാണ് സങ്കല്പം. അപ്പോൾ അർജുനന് പാശുപതാസ്ത്രം കൊടുക്കുന്നതിന് വേണ്ടി ഭഗവാൻ കിരാതമൂർത്തി രൂപത്തിൽ കിരാതവേഷത്തിൽ ഇവിടെ വന്നു പാശുപതാസ്ത്രം അർജുനന് നൽകി ഇവിടെ സ്വയംഭൂവായി എന്നാണ് സങ്കല്പിക്കുന്നത്. അപ്പോൾ മറ്റ് ക്ഷേത്രങ്ങളെപ്പോലെ അപേക്ഷിച്ച് ഇതിവിടെ പ്രതിഷ്ഠിച്ചതല്ല, സ്വയംഭൂവായ ഒരു ക്ഷേത്രമാണിത്. ക്ഷേത്രത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. മറ്റു ക്ഷേത്രങ്ങളെ അപേക്ഷിച്ച് നമ്മൾ രണ്ട് സംസ്കാരങ്ങൾ തമ്മിൽ സംഗമിക്കുന്ന ഒരു സംഗമ ഭൂമിയായി ഇതിനെ കണക്കാക്കാൻ പറ്റും. കാരണം വെച്ചാൽ കൊടക് നിവാസികളും മലയാളികളും ഒത്തുചേർന്ന് ഏകോദര സഹോദരന്മാരെ പോലെ ഒരു ഊട്ടുത്സവം, ഭഗവാന്റെ ഉത്സവം വളരെ ഭംഗിയായി നടത്തുന്ന ഒരു സാഹചര്യമാണ് ഇവിടെയുള്ളത്. അതുപോലെ തന്നെ ഈ ഊട്ടുത്സവത്തിനെ സംബന്ധിച്ച് ഇവിടുത്തെ ഊട്ടാണ് ഊട്ട് ഉത്സവം എന്നാണ് പറയുന്നത്. ഊട്ടാണ് ഇതിന് പ്രധാനം. വരുന്ന മുഴുവൻ ആളുകൾക്കും അന്നദാനം നൽകുക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. എത്ര ആൾ വന്നാലും, ലക്ഷക്കണക്കിന് ആളുകൾ വന്നാലും ഇവിടെ അന്നദാനം കൊടുക്കാനുള്ള സംവിധാനം ആഘോഷ കമ്മിറ്റിയും അതുപോലെ തന്നെ ട്രസ്റ്റി ബോർഡ് ഉൾപ്പെടെ സംവിധാനം വർഷങ്ങളായി നടക്കുന്നുണ്ട്. ഈ വർഷം അതുപോലെ തന്നെ ചെയ്തിട്ടുണ്ട് എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. അതോടൊപ്പം തന്നെ ഉത്സവത്തിൻ്റെ ഒരു പ്രതീതിക്ക് വേണ്ടി നമ്മുടെ കലാപരിപാടികളൊക്കെ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. അതൊക്കെ 1-ാം തീയതി മുതൽ 10-ാം തീയതി വരെ, മകരം 1 മുതൽ മകരം 10 വരെ, ജനുവരി 15 മുതൽ 24 വരെ ക്ഷേത്രം ഗ്രൗണ്ടിൽ വെച്ച് നടക്കും. അതോടൊപ്പം തന്നെ നമുക്ക് ഈ ക്ഷേത്രത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ചടങ്ങ് കൂടിയുണ്ട്, താലപ്പൊലി ഘോഷയാത്ര. അത് ഞാൻ പല ഘട്ടങ്ങളിലും സൂചിപ്പിച്ചിട്ടുള്ളതാണ്. പല മേഖലകളിലും താലപ്പൊലിയുടെ ഘോഷയാത്രയുടെ മീറ്റിങ്ങുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പല മേഖലകളിൽ നിന്നും ഉളിക്കൽ ശ്രീനാരായണ ഗുരുമന്ദിരത്തിൽ താലപ്പൊലി ഘോഷയാത്ര സംഗമിക്കുകയും അവിടുന്ന് അതുപോലെ തന്നെ പട്ടംകെട്ട് ഗജവീരൻ്റെ അകമ്പടിയോടുകൂടിയും അതുപോലെ തന്നെ മറ്റ് നിശ്ചല ദൃശ്യങ്ങൾ, പഞ്ചവാദ്യം ഉൾപ്പെടെ പുറപ്പെട്ട് ക്ഷേത്രത്തിൽ സംഗമിക്കുന്ന ഒരു ചടങ്ങ് കൂടിയുണ്ട്. അത്തരം കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ വർഷത്തെ ഉത്സവവുമായി ബന്ധപ്പെട്ട് ഏർപ്പാട് ചെയ്തിട്ടുള്ളത്. പിന്നെ കൊടകരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ ഉത്സവം എന്ന് പറയുന്നത് വളരെ അധികം പ്രാധാന്യം അർഹിക്കുന്നതാണ്. അവിടെ ഒരു ചടങ്ങ് കൂടിയുണ്ട്. അതിപ്പം കഴിഞ്ഞ ദിവസം നിങ്ങളൊക്കെ കണ്ടിട്ടുള്ളതാണ്. കഴിഞ്ഞ ഈ ഡിസംബർ 30-ാം തീയതി കോമരത്തച്ഛൻ ഭഗവാന്റെ പ്രതിപുരുഷൻ എന്ന നിലയിൽ അദ്ദേഹം ഊട്ടറിയിച്ചുകൊണ്ട് കുടകിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. ഞാൻ പോയിട്ട് ഞങ്ങളൊക്കെ വന്ന് യാത്രയപ്പൊക്കെ ചെയ്തിട്ടുണ്ട്. കോമരത്തച്ഛൻ കുടകിലെ നിരവധി മനകളിലും അതുപോലത്തെ ക്ഷേത്രങ്ങളൊക്കെ ചെന്ന് അവിടുത്തെ ഊട്ടറിയിച്ച് തിരിച്ചിങ്ങോട്ട് വരും. ജനുവരി 10 തിരിച്ചെത്തുന്നതോടുകൂടി ഇവിടുത്തെ ഉത്സവത്തിന് ആരംഭം കുറിക്കുകയാണ്. ഇവിടെ എല്ലാ വിഭാഗം ആളുകളുടെയും സഹായ സഹകരണങ്ങൾ നല്ലപോലെ ഇപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇനിയും പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും പുതുവത്സര ആശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം. വൈത്തൂർ കാലിയാർ ശിവക്ഷേത്രത്തിലെ ഊട്ടുമഹോത്സവം ജനുവരി 13 മുതൽ 26 വരെ നടത്തപ്പെടുകയാണ്. ഊട്ടുത്സവത്തിന്റെ അറിയിപ്പുമായി സ്ഥാനിക കോമരത്തച്ഛൻ ഡിസംബർ 30 തിരുവായുധം എഴുന്നള്ളിച്ച് കുടകിലേക്ക് പുറപ്പെട്ടിരുന്നു. കുടകിലെ 70ഓളം ദേവസ്ഥാനങ്ങളിലും മനകളിലും കോമരത്തച്ഛൻ സന്ദർശിച്ച് ഊട്ടറിയിച്ച് ജനുവരി 10 വൈത്തൂർ കാലിയാർ ശിവക്ഷേത്രത്തിൽ തിരിച്ചെത്തും. ആദ്യം സന്ദർശിക്കുന്ന കുടകിലെ പുകേരമനയിൽ കോമരത്തച്ഛന് ആചാരപരമായ വരവേൽപ്പ് നൽകും. 13 വൈത്തൂർ കാലിയാർ ശിവക്ഷേത്രത്തിൽ തിരുവത്താഴത്തിന് അരിയളക്കുന്നതോടെ 12 ദിവസത്തെ ഊട്ടുത്സവം ആരംഭിക്കും. ശിവന്റെയും പാർവതിയുടെയും സ്വയംഭൂ വിഗ്രഹങ്ങളുള്ള അപൂർവം ക്ഷേത്രങ്ങളിൽ ഒന്നാണ് വൈത്തൂർ കാലിയാർ ശിവക്ഷേത്രം. അജ്ഞാതനായ ഒരു ശിവഭക്തൻ 2 പേർ തന്റെ ജപമുറിയിൽ കടന്നതായി കാണുന്നു. ഒരക്ഷരം പോലും ഉരിയാടാതെ തിരിച്ചു പോകുന്നതും കണ്ടു. അവരെ പിന്തുടർന്നെങ്കിലും പെട്ടെന്ന് അവരെ കാണാതാവുകയും അതിനു പകരം 2 ശിലകൾ കാണുകയും ചെയ്തു. ദൈവിക സാന്നിധ്യം മനസ്സിലാക്കിയ ആ ശിവഭക്തൻ അവിടെ പണിത ക്ഷേത്രമാണിതെന്ന് ഐതിഹ്യം. പാശുപതാസ്ത്ര ലബ്ധിക്കായി തപസ് ചെയ്യുന്ന അർജുനനെ അനുഗ്രഹിക്കാൻ പാർവതി സമേതനായി കിരാതരൂപത്തിൽ കുടകിലെ കാലിയാർ മനയിൽ നിന്ന് ഇവിടെ വന്ന ശിവപാർവതിമാർ
പയ്യാവൂരിലേക്ക് പോയി എന്ന് സങ്കല്പം. ആദിമൂലസ്ഥാനം കുടകിലായതിനാൽ കുടക് വംശജർക്ക് ഈ ദേവസ്ഥാനവുമായി ബന്ധമുണ്ട്. ഈ ക്ഷേത്രത്തിന്റെ പരമാധികാരികൾ പണ്ട് കുടക് രാജാക്കന്മാരായിരുന്നു. കർണാടക അതിർത്തിക്ക് അടുത്തായതുകൊണ്ട് തന്നെ കൂടുതൽ ഭക്തരും കർണാടകയിൽ നിന്നാണ് ഈ ക്ഷേത്രത്തിൽ എത്തിച്ചേരാറ്. സമുദായങ്ങൾക്കിടയിലുള്ള ബന്ധത്തിന്റെ പ്രതീകമാണ് വൈത്തൂർ കാലിയാർ ശിവക്ഷേത്രം. മഹാദേവനാണ് പ്രധാന പ്രതിഷ്ഠ. കുടകരും തദ്ദേശവാസികളും ചേർന്ന് നടത്തുന്ന ഊട്ടുത്സവമാണ് ഇവിടെ പ്രധാനം. ഊട്ടിനു വേണ്ട അരിസാധനങ്ങൾ കുടകിൽ നിന്നും കാളപ്പുറത്ത് എത്തിക്കുന്നത് ഇന്നും ഒരു ആചാരമായി തന്നെ തുടരാറുണ്ട്. ഭക്തിയും വിശ്വാസവും ഒത്തുചേരുന്ന വൈത്തൂരപ്പന്റെ മണ്ണിൽ ജനുവരി 13 ഉത്സവക്കൊടിയേറുകയാണ്. പ്രശസ്തമായ വൈത്തൂർ ഊട്ടിന് സാക്ഷ്യം വഹിക്കാൻ നാട് ഒരുങ്ങിക്കഴിഞ്ഞു. ക്യാമറമാൻ ഹരിക്കൊപ്പം വൈത്തൂർ കാലിയാർ ശിവക്ഷേത്ര മുറ്റത്ത് നിന്ന് ഏജനറ്റിനു വേണ്ടി സൂര്യ അനൂപ്.